നോ തേർഡ് ടൈം എന്ന വാക്കാണ് ഇപ്പോൾ ലീഗുകാർ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത്. നോ തേർഡ് ടൈം എന്നത് ലീഗ് നേതാവ് PK ഫിറോസ് പറഞ്ഞതാണ്. അത് അതുപോലെ കർശനമായി നടപ്പാക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. പക്ഷേ ഫിറോസ് ലക്ഷ്യം വെച്ചവരുടെ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട് എന്ന് മാത്രം. അടുത്ത തവണ മന്ത്രിയാകുമെന്ന സ്വപ്നം കണ്ടു നടന്ന PK ബഷീർ അടക്കം ഇനി ആ മോഹം ഉപേക്ഷിക്കേണ്ടി വരും നോ തേർഡ് ടൈം നടപ്പാക്കിയാൽ. 3 ടൈം മതി എന്ന നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായി നടപ്പാക്കാനാണ് മുസ്ലിം ലീഗ് ഒടുവിൽ തീരുമാനമെടുക്കാൻ പോകുന്നത്. ഇത് പ്രകാരം 3 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചവർ MLA ആയവർ മത്സരത്തിൽ നിന്നും അടുത്ത തവണ മാറി നിൽക്കണം. ഇവർക്ക് അടുത്ത വർഷത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകില്ല. സ്വാഭാവികമായും 2025 അവസരം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ ഈ 2 മുതിർന്ന നേതാക്കൾക്കും ഇളവ് നൽകാനാണ് ഇപ്പോൾ തീരുമാനം. ഇതോടെ ഈ 2 നേതാക്കൾക്കും ഇക്കുറിയും സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പായി. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് UDFിലെ പ്രധാന കക്ഷി നേതാവായതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുന്ന ഇളവ് മനസ്സിലാക്കാം. കാരണം CPMൽ മുഖ്യമന്ത്രിയാകാൻ ആകെ ഇളവ് കൊടുത്തത് പിണറായി വിജയന് മാത്രമാണ്. അതുകൊണ്ട് ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്കുമാകാം. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് MK മുനീറിന് കൂടി അതേ ഇളവ് നൽകിയതെന്ന് ലീഗുകാർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തായാലും അടുത്ത സർക്കാരിൽ ലീഗിൻ്റെ മുതിർന്ന മന്ത്രിയാകാൻ കാത്തിരിക്കുന്ന PK ബഷീറാണ് ഈ നോ തേർഡ് ടൈമിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമായ സൂചനയുമുണ്ട്. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി, കൊടുവള്ളിയിൽ MK മുനീർ, ഏറനാട് PK ബഷീർ, മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, മലപ്പുറത്ത് P ഉബൈദുള്ള, കാസർഗോഡ് NA നെല്ലിക്കുന്ന്, മണ്ണാർക്കാട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. ഇങ്ങനെ 7 പേരാണ് 3 തവണയോ അതിൽ കൂടുതലോ ആയി തുടർച്ചയായി ലീഗിൻ്റെ ജനപ്രതിനിധികളായി നിയമസഭയിലേക്ക് എത്തുന്നവർ. ഇതിൽ 2 പേർക്ക് UDFിൻ്റെ കൂടി മുഖമായ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉറപ്പായും ഇളവ് നൽകും. മുൻ മന്ത്രി MK മുനീറിനെ മത്സരിക്കാൻ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മത്സരിച്ചോട്ടെ എന്നാണ് ഇപ്പോഴത്തെ ധാരണ. അതാണിപ്പോൾ മനസ്സിലാകാത്തത് എന്തിനാണെന്ന്. അപ്പോൾ PK ബഷീർ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന്, P ഉബൈദുള്ള, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ എന്നിവർക്ക് ഈ 5 പേർക്ക് ഇനി അവസരം നൽകില്ല എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ അന്തിമ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടൈം വ്യവസ്ഥ 2020 തന്നെ മുസ്ലിം ലീഗ് നടപ്പാക്കി പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വ്യവസ്ഥ കർശനമായി നടപ്പാക്കണമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്നും മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ നേതൃയോഗങ്ങളിൽ ശക്തമായ അഭിപ്രായം ഉയർന്നു. പക്ഷേ ഈ അഭിപ്രായത്തെ നഖശിഖാന്തം എതിർക്കാൻ മുന്നിൽ നിന്നത് PK ബഷീറായിരുന്നു. അദ്ദേഹത്തിന് ലീഗിലാകട്ടെ നല്ലൊരു വിഭാഗത്തിൻ്റെ പിന്തുണയുമുണ്ട്. UDFിന് അടുത്ത തവണ കേരളത്തിൽ ഭരണം ലഭിക്കുകയും PK ബഷീർ ജയിക്കുകയും ചെയ്താൽ മന്ത്രിയാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് PK ബഷീറിനെ ഇപ്പോൾ തന്നെ മാറ്റി നിർത്തുന്നത് എന്നാണ് ഇപ്പോൾ ലീഗിനുള്ളിലെ ബഷീർ അനുകൂലികളുടെ ആരോപണവും. ഇതിനോടൊപ്പം കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും മാത്രം ഇതിൽ ഇളവ് നൽകുന്നതിനെതിരെയും വിയോജിപ്പുണ്ട്. കാരണം മാറ്റി നിർത്തപ്പെട്ട 5 MLAമാരും ഇപ്പോഴും അവർ ലീഗിൻ്റെ ജനപ്രതിനിധികളാണ്. അവർക്ക് മുസ്ലിം ലീഗിനുള്ളിൽ പ്രാദേശികമായി കാര്യമായ അണികളുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മുസ്ലിം ലീഗിൻ്റെ MLAമാർ അടുത്ത തവണയും ജയിച്ചു വരണമെങ്കിൽ ഇവരെ കൂടി വീണ്ടും പരിഗണിക്കണം എന്നതാണ് ഈ വിഭാഗത്തിൻ്റെ ആവശ്യം. പക്ഷേ നോ തേർഡ് ടൈം എന്ന നിബന്ധന കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും ഒഴികെ ബാക്കി 5 പേരും പുറത്തു നിൽക്കേണ്ടി വരും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇത്തവണ 30% സീറ്റ് യുവജനങ്ങൾക്ക് നൽകണമെന്ന അഭിപ്രായം അത് മിക്കവാറും ലീഗിൻ്റെ നേതൃയോഗം അംഗീകരിച്ചേക്കും. കാരണം PK ഫിറോസ് അടക്കം ശക്തമായി ആവശ്യപ്പെടുന്നതാണ് യൂത്ത് ലീഗിന് കാര്യമായ പ്രാതിനിധ്യം വേണമെന്ന്. എന്തായാലും ഈ നോ തേർഡ് ടൈം വിവാദത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ UDF ഒരു വിഷയമാക്കി എടുക്കുമെങ്കിൽ നോ തേർഡ് ടൈം ലീഗിനുള്ളിൽ ഒരു പൊല്ലാപ്പായി മാറാൻ പോവുകയാണ്. അതിൽ നിന്ന് നേട്ടം കൊയ്യുന്നവർ 2 പേർ മാത്രമാണ് എന്നതാണ് അകറ്റി നിർത്തപ്പെടുന്നവരുടെ അസൂയയും അമർഷത്തിനും ഒക്കെ കാരണവും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.